ലോകാരോഗ്യ ദിനത്തോടനുബന്ധിച്ച് കൊച്ചി മുനിസിപ്പൽ കോർപ്പറേഷൻ 18ാം ഡിവിഷൻ കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സന്റെ നേതൃത്വത്തിൽ വനിതകൾക്ക് സൗജന്യമായി ഡാൻസ് ഫിറ്റ്നസ് വേനൽക്കാല ക്യാമ്പ് ആരംഭിച്ചു. പെരുമ്പടപ്പ് പാർക്കിന് സമീപമുള്ള കോർപ്പറേഷൻ കെട്ടിടത്തിൽ തുടങ്ങിയ ക്യാമ്പിൽ വനിതകളായ സർട്ടിഫൈഡ് സൂംബ ട്രെയിനേഴ്സിന്റെയും ഫിറ്റ്നസ് ട്രെയിനറിന്റെയും പരിശീലനം ഉറപ്പാക്കിയിട്ടുണ്ട്. ആരോഗ്യ പ്രതിസന്ധികൾ വർദ്ധിച്ചു വരുന്ന തിരക്ക് പിടിച്ച ജീവിതത്തിൽ വനിതകൾക്ക് ആരോഗ്യകരമായി സന്തോഷത്തോടെ ഒട്ടേറെ കാര്യങ്ങൾ തങ്ങൾക്കായും പ്രിയപ്പെട്ടവർക്കായും ചെയ്യുവാൻ ഉതകും വിധം തങ്ങളുടെ ആരോഗ്യ പരിപാലനം ഉറപ്പാക്കുവാൻ ഒരു അവബോധം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇത്തരത്തിൽ ഒരു ക്യാമ്പ് ആസൂത്രണം ചെയ്തതെന്ന് കൗൺസിലർ അഡ്വക്കേറ്റ് അശ്വതി വത്സൻ പറഞ്ഞു. 18ാം ഡിവിഷനിലെ വനിതകൾക്കായി ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി നമ്മൾ ഒരു സൗജന്യ ഡാൻസ് ഫിറ്റ്നസ് ക്യാമ്പ് സംഘടിപ്പിച്ചിരിക്കുകയാണ്. 2 ട്രെയിനർമാർ സർട്ടിഫൈഡ് ആയിട്ടുള്ള സൂംബ മോളക്സ് ട്രെയിനർ ടെസിയും ഫിറ്റ്നസ് ട്രെയിനറായിട്ടുള്ള സർട്ടിഫൈഡ് ട്രെയിനറായിട്ടുള്ള സുജയുമാണ് ഈ ക്യാമ്പിന് നേതൃത്വം നൽകുന്നത്. ലോകാരോഗ്യ ദിനത്തിന്റെ ഭാഗമായി ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാനായിട്ട് നമുക്ക് പ്രധാന കാരണം എന്ന് പറയുന്നത്, ദിനംപ്രതി നമ്മൾ ഫേസ്ബുക്കിലും സോഷ്യൽ മീഡിയയിലും ഒക്കെ രാവിലെ ഉണർന്ന് നോക്കിക്കഴിഞ്ഞാൽ 30 വയസ്സിനും 40 വയസ്സിനും ഇടയിലുള്ള ചെറുപ്പക്കാരായിട്ടുള്ള അനവധി സ്ത്രീകൾ, പുരുഷന്മാരും ആ കണക്കിലുണ്ടെങ്കിൽ പോലും സ്ത്രീകൾ ഒരുപാട് പേർ മരണപ്പെടുന്നതായിട്ട്, അത് ഹൃദയ സംബന്ധമായ വിഷയങ്ങൾ മൂലം മരണപ്പെടുന്നതായിട്ടുള്ള വാർത്തകൾ നമ്മളെ ഞെട്ടിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുടുംബത്തിൻ്റെ കാര്യങ്ങളും മറ്റു തിരക്കുകളും ജോലി തിരക്കുകളും എല്ലാം കഴിഞ്ഞ് സ്വന്തം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെ വരുന്ന സ്ത്രീകൾ വളരെ പെട്ടെന്ന് അസുഖബാധിതരാവുകയും ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു രീതി അനുസരിച്ച് മരണപ്പെട്ടു പോകുന്ന രീതിയിലേക്ക് നമ്മൾ വാർത്തകളിലൂടെ കാണുമ്പോൾ, നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ പുരുഷന്മാർ സാധാരണഗതിയിൽ ജിംനേഷ്യത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസിലേക്കോ ബോധപൂർവമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ വ്യായാമത്തിന് വേണ്ടി സമയം നഷ്ടപ്പെടുത്തുന്നതാണെന്ന കാഴ്ചപ്പാടോടുകൂടിയാണ് പൊതുവിൽ സ്ത്രീകൾ ജീവിതവുമായി മുന്നോട്ട് പോകുന്നത്. ആ ഒരു കാഴ്ചപ്പാടിൽ ഒരിത്തിരി മാറ്റം വരുത്തി സ്വന്തം ആരോഗ്യം സംരക്ഷിക്കുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ആരോഗ്യത്തിനു കൂടി, നല്ലൊരു കുടുംബത്തെ, സമൂഹത്തെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി കൂടിയാണ് എന്ന ഒരു അവബോധം അവർക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതിന് വേണ്ടിയും ബേസിക് ആയിട്ടുള്ള ആരോഗ്യകരമായ ടിപ്സ്, അതേപോലെ എക്സസൈസ് അവർക്ക് പരിചയപ്പെടുത്തി കൊടുക്കുന്നതിന് വേണ്ടിയുമാണ് നമ്മളിങ്ങനെ ഒരു ക്യാമ്പ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. ഒരുപാട് പേർ, 68ഓളം പേർ ഈ ക്യാമ്പിൽ നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എല്ലാ ദിവസവുമാണ് നമ്മൾ ഈ ക്യാമ്പ് വൈകുന്നേരങ്ങളിൽ 4 മണിക്കും 7 മണിക്കും ഇടയിലായിട്ടാണ് ഈ ട്രെയിനിങ് നമ്മളിവിടെ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ ക്യാമ്പിൽ വന്നിരിക്കുന്ന എല്ലാ വനിതകൾക്കും എൻ്റെ ആശംസകൾ നേരുന്നു. ഇനിയും കൂടുതൽ കരുത്തോടുകൂടി മുന്നോട്ട് പോകുവാൻ, നമ്മുടെ ലക്ഷ്യങ്ങൾ, നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുവാൻ നല്ല ആരോഗ്യത്തോടു കൂടി നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. നമുക്കറിയാം, കൊഴുപ്പ്, അതായത് ചീത്ത കൊളസ്ട്രോൾ കൂടുതലായിട്ട് അടിഞ്ഞുകൂടുന്നതിൻ്റെ ഒരു എന്താ പറയുക, മോശമായിട്ടുള്ള ഇമ്പാക്റ്റ്, വളരെ സീരിയസ് ആയിട്ടുള്ള ഇമ്പാക്ട്സ് ഉണ്ടാകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ആന്തരിക അവയവങ്ങളിൽ കൊഴുപ്പടിഞ്ഞു കൂടുമ്പോൾ അത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ലിവറിലാണെങ്കിൽ ഫാറ്റി ലിവർ, പാൻക്രിയാസിലാണെങ്കിൽ ഫാറ്റി പാൻക്രിയാസ്, നമ്മുടെ രക്തധമനികൾ അതായത് ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിലാണെങ്കിൽ എത്തിറോസ്ക്ലീറോസിസ് എന്ന് പറയുന്ന കണ്ടീഷൻ, പിന്നെ ബ്ലഡിലാണെങ്കിൽ ഹൈ ബ്ലഡ് കൊളസ്ട്രോൾ. അപ്പോൾ ഇങ്ങനെയുള്ള കണ്ടീഷൻസ് വരുമ്പോൾ പിന്നീട് അത് സ്ട്രോക്ക്, അതായത് പക്ഷാഘാതം അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ്, അങ്ങനെയുള്ള സീരിയസ് ആയിട്ടുള്ള ഇഷ്യൂസ്, അല്ലെ മരണം വരെ സംഭവിക്കുക. അപ്പോൾ അങ്ങനെ നമ്മൾ എപ്പോഴും പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്നാണല്ലോ. അപ്പോൾ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസിലേക്ക് പോകുന്നതിലും നമ്മളെപ്പോഴും ഈ ലെവൽസൊക്കെ കുറേശ്ശെ ഹയറായി, അതായത് ബോർഡർ ലൈനിൽ കാണുകയാണ്, അല്ലെങ്കിൽ ഒരു പ്രീ ഡയബറ്റിക് കണ്ടീഷൻ വരികയാണ്, അല്ലെങ്കിൽ നമ്മൾ BP ചെക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഹയറായി വരുന്നു. അപ്പോൾ നമ്മളത് കെയർലെസ് ആയിട്ട് വിടുകയാണെങ്കിൽ പിന്നീട് നമ്മൾ മെഡിസിൻസ് കഴിക്കേണ്ട ഒരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മളുടെ ന്യൂട്രീഷൻ അല്ലെങ്കിൽ ഫുഡ് ശ്രദ്ധിക്കുക, നമ്മൾ ഇതുപോലെയുള്ള എക്സസൈസ് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാമ്പുകളിൽ പങ്കെടുക്കുക, അത് വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ എക്സ്ട്രാ കാലറീസ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബേൺ ഔട്ടായി പോവുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സംരംഭങ്ങൾ ആരംഭിച്ച കൗൺസിലർക്ക്, 18ാം ഡിവിഷൻ കൗൺസിലർക്ക് ഞാൻ പ്രത്യേകമായ അഭിനന്ദനം അറിയിക്കുകയാണ്. ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അർച്ചന, CDS അംഗം വിജി ആന്റണി, ഹരിതകർമ്മസേന സെക്രട്ടറി നിസിയ നിസാം എന്നിവർ ആശംസകൾ അറിയിച്ചു. റെഡ് ജനറൽ ന്യൂസ് ടുഡേ, കൊച്ചി.